ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മലയാള സിനിമയിലെ താരങ്ങൾ 2023-ലും 2024-ലും കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം നമുക്ക് നോക്കാം. ടോപ്പ് 10 സാലറി ലിസ്റ്റിൽ മലയാളത്തിലെ പ്രമുഖ നടന്മാരാണ് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും. ഒരു സിനിമയ്ക്ക് ഇവർ നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് 1 കോടിക്കും 1.25 കോടിക്കും ഇടയിലാണ്. വളരെ സെലക്റ്റീവായി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധ കാണിക്കാറുള്ള ഈ രണ്ട് നടന്മാരും 2023 അത്ര ശുഭകരമായിരുന്നില്ല. ബിജു മേനോൻ നെഗറ്റീവ് വേഷം ചെയ്ത ഗരുഡനും സുരാജ് നായകനായ മദനോത്സവവും മാത്രമാണ് ഇവർക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ച രണ്ട് സിനിമകൾ. 9-ാം സ്ഥാനത്ത് ജോജു ജോർജും ആസിഫ് അലിയുമാണ്. ഇവർ രണ്ടുപേരും നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി ഈടാക്കുന്നത് 1 കോടിക്കും 1.5 കോടിക്കും ഇടയിലാണ്. ജോജു ജോർജിൻ്റെതായി 2023-ൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും ആന്റണി ഒഴികെ നല്ലൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാൻ ഈ താരത്തിന് സാധിച്ചില്ല. എന്നാൽ ഈ വർഷം ആദ്യം ഇറങ്ങിയ ഇരട്ട എന്ന സിനിമയിലെ ഇരട്ട കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ ഈ താരത്തിന് സാധിച്ചു. ആസിഫ് അലിയുടെയും സ്ഥിതി ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഇൻഡിവിജ്വലായി ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ജൂഡ് ആന്റണിയുടെ 2018 എന്ന ചിത്രത്തിലൂടെ ഒരു മികച്ച ചിത്രത്തിന്റെ ഭാഗമാകാൻ ആസിഫ് അലിക്ക് സാധിച്ചു. 8-ാം സ്ഥാനത്ത് ജയസൂര്യയും നിവിൻ പോളിയുമാണ്. ഈ രണ്ട് താരങ്ങളും നിർമ്മാതാക്കളിൽ നിന്ന് പ്രതിഫലമായി ഈടാക്കുന്നത് 2 കോടി രൂപയ്ക്കും 3 കോടിക്കും ഇടയിലാണ്. കഴിഞ്ഞ 2 വർഷമായി വേറെ യാതൊരു ചിത്രവും കമ്മിറ്റ് ചെയ്യാതെ കത്തനാർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വേണ്ടി തന്റെ മനസ്സും ശരീരവും പാകപ്പെടുത്തി ഒരു നല്ല ഹിറ്റ് പ്രേക്ഷകർക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ജയസൂര്യ എന്ന നടൻ. അടുത്തിടെ ചെറിയ പരാജയങ്ങൾ നേരിട്ടെങ്കിലും തന്റെ മാർക്കറ്റിന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി 2024-ൽ വളരെ ശ്രദ്ധയോടെ മുമ്പോട്ടു പോകാനുള്ള ഈ താരം 8-ാം സ്ഥാനം പങ്കിടുന്നത് നിവിൻ പോളിയുമായിട്ടാണ്. നിവിൻ പോളിയും 2-3 വർഷമായി നല്ലൊരു സൂപ്പർ ഹിറ്റ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടില്ല. എങ്കിലും തന്റെ താരമൂല്യത്തിന് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ ചില പ്രമുഖ സംവിധായകരുടെ ഗംഭീര ചിത്രങ്ങളുമായി 2024-ൽ എത്തി. ടോപ്പ് 7 ലിസ്റ്റിൽ അടുത്തത് കുഞ്ചാക്കോ ബോബൻ. ഈ നടൻ മലയാള സിനിമയിൽ ഒരു നിർമ്മാതാവിൽ നിന്ന് വാങ്ങുന്നത് 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്. 1997-ൽ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ ചോക്ലേറ്റ് ബോയിയായി അഭിനയ രംഗത്തേക്ക് കടന്നുവരികയും പിന്നീട് കഥാപാത്രങ്ങളുടെ ആവർത്തന വിരസത മനസ്സിലാക്കി സ്വയം മലയാള സിനിമയിൽ നിന്ന് കുറച്ചുകാലം അവധിയെടുത്തതിനു ശേഷം ഗുലുമാൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തുകയും ചെയ്ത നടനാണ് കുഞ്ചാക്കോ ബോബൻ. പിന്നീട് കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് അദ്ദേഹം മലയാള സിനിമയിൽ തന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. 6-ാം സ്ഥാനത്ത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ഒരു നിർമ്മാതാവിൽ നിന്ന് ഈ താരം പ്രതിഫലമായി വാങ്ങുന്നത് 4 കോടിക്കും 5 കോടിക്കും ഇടയിലാണ്. ചെറിയ പരാജയങ്ങളിലൂടെ തന്റെ കരിയർ ഇടിവിന് ശേഷം ശക്തമായ തിരിച്ചുവരവും നടത്തിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ 2023-ലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഗരുഡൻ. 2024-ൽ ഒരു പിടി മികച്ച സിനിമകളിലൂടെ തന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് 10 സാലറി ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് ടൊവിനോ തോമസ്. ഒരു സിനിമയ്ക്ക് ടൊവിനോ തോമസ് പ്രതിഫലമായി ഈടാക്കുന്നത് 5 കോടി രൂപയാണ്. മിന്നൽ മുരളി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന കേരളത്തിലെ പെൺകുട്ടികളടക്കം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ടൊവിനോ തോമസ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി വരുന്ന ടൊവിനോ സിനിമകൾ പ്രേക്ഷകരും ആരാധകരും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 4-ാം സ്ഥാനത്ത് ദിലീപും ഫഹദ് ഫാസിലും. മലയാളത്തിൽ ഈ രണ്ട് താരങ്ങളും പ്രതിഫലമായി വാങ്ങുന്നത് 5 കോടിക്കും 6 കോടിക്കും ഇടയിലാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കാൻ ദിലീപ് തീരുമാനിച്ചുവെങ്കിലും സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും ശ്രമഫലമായി അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചുവരികയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് ഇപ്പോഴും സിനിമാ ആസ്വാദകർക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ താരം 2024-ൽ മികച്ച കഥാപാത്രങ്ങളുമായി നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ് നോക്കാതെ കഥാപാത്രത്തിന്റെ മികവ് മനസ്സിലാക്കി ഏത് ഭാഷയിലായാലും ശരി, അത് നായക വേഷമായാലും വില്ലൻ വേഷമായാലും ശരി,
ആസ്വദിച്ച് അഭിനയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ. 3-ാം സ്ഥാനത്ത് മലയാളികളുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ. നടനായും സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന പൃഥ്വിരാജും. ഈ രണ്ട് താരങ്ങളും നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് 7 കോടിക്കും 10 കോടിക്കും ഇടയിലാണ്. കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു പാൻ ഇന്ത്യൻ താരം ദുൽഖർ സൽമാൻ. തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ചിത്രങ്ങളിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന ഒരേയൊരു നടൻ. അദ്ദേഹത്തിന്റെ ഡേറ്റിനായി അന്യഭാഷാ നിർമ്മാതാക്കൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വതസിദ്ധമായ ശൈലിയിൽ തനിക്ക് വരുന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് പുലർത്തുന്ന പൃഥ്വിരാജിനോളം പോന്ന ഒരു നടനില്ല. നടനായും സംവിധായകനായും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണിത്. ടോപ്പ് 10 സാലറി ലിസ്റ്റിൽ 2-ാമത് മലയാളികളുടെ മെഗാതാരം ശ്രീ ഭരത് മമ്മൂട്ടി. 400-ൽ ഏറെ ചിത്രങ്ങളിൽ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് മുന്നേറിയ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 12 കോടിക്കും 20 കോടിക്കും ഇടയിലാണ്. സൂപ്പർ ഹിറ്റായി ഓടിയ കാതൽ എന്ന ചിത്രത്തിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന മാത്യു ദേവസി എന്ന കഥാപാത്രം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിന് പോലും കൈവയ്ക്കില്ല എന്ന് ഉറപ്പാണ്. ടോപ്പ് 1 മോഹൻലാൽ. അതെ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആരാധനയിലും താരമൂല്യത്തിലും ഇന്നും 1-ാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് 20 കോടിക്കും അതിനും മുകളിലുമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനും പൃഥ്വിരാജിന്റെ എമ്പുരാൻ ഉൾപ്പെടെ തരംഗം സൃഷ്ടിക്കാൻ കഴിവുള്ള ഗംഭീര സിനിമകൾ അദ്ദേഹത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക്